ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാമ്പർ ലേണിംഗ് സൊല്യൂഷൻസ്. എൻ്റെ പേര് അതുൽ കൃഷ്ണൻ AR. ടെക്നിക്കൽ PSC ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഫ്രീ വീഡിയോ ലെക്ചർ കണ്ടൻസ് ആണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, KWA ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് PSC നടത്തുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടും. ഓട്ടോമൊബൈൽ ഷാസി, പ്രൊപ്പലർ ഷാഫ്റ്റ്, സസ്പെൻഷൻ സിസ്റ്റം എന്നിവയുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്കഷൻസ് ഈ ചാനലിൽ നമ്മുടെ ക്യാമ്പർ ലേണിംഗ് സൊല്യൂഷനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ലെക്ചറാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ലെക്ചേഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ KWA ഓപ്പറേറ്റർ, AMVI തുടങ്ങിയ തസ്തികകളിലേക്ക് ഉള്ള സിലബസ്, അവയുടെ PDF ക്യാമ്പറിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റിയറിംഗ് റേഷ്യോ. The number of degrees that the steering wheel must be turned to turn front wheel for 1 degree. അതായത് സ്റ്റിയറിംഗ് റേഷ്യോ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ഡിഗ്രി നമ്മുടെ ഫ്രണ്ട് വീല് ടേൺ ചെയ്യാനായിട്ട് എത്രമാത്രം ഡിഗ്രീസ് സ്റ്റിയറിംഗ് വീല് ടേൺ ചെയ്യും? ഈ ഒരു റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് സ്റ്റിയറിംഗ് റേഷ്യോ. The number of degree that a steering wheel must be turned to turn the front wheel for 1 degree. ഫ്രണ്ട് വീലുകൾ ഒരൊറ്റ ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട്, ഒരൊറ്റ ഡിഗ്രി ടിൽറ്റ് വരാൻ നേരത്ത് നമ്മൾ എത്രമാത്രം സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനെയാണ് സ്റ്റിയറിംഗ് റേഷ്യോ എന്ന് പറയുക. ഫോർ ലൈറ്റ് വെഹിക്കിൾസ് ആ റേഷ്യോ ഈസ് 12:1. ഫോർ ഹെവി വെഹിക്കിൾസ് ദ റേഷ്യോ വിൽ ബി 35:1. അതായത് ലൈറ്റ് വെഹിക്കിൾസിൽ 1 ഡിഗ്രി വീല് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 12 ഡിഗ്രി സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യണം. അതേസമയം ഹെവി വെഹിക്കിൾസിലോട്ട് വരുമ്പോഴത്തേക്ക് 1 ഡിഗ്രി ടേൺ ചെയ്യാനായിട്ട് 35 ഡിഗ്രീസ് സ്റ്റിയറിംഗ് വീല് തിരിക്കണം. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് റേഷ്യോ. ഓൺ ആൻ ആവറേജ് 1.5 ഓഫ് സ്റ്റിയറിംഗ് വീൽ ഗീവ്സ് 45 ഡിഗ്രി ടേൺ ഓൺ വീൽസ്. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ 1.5 ടേൺസ് എടുത്തു കഴിഞ്ഞാൽ, 1.5 ടേൺസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 45 ഡിഗ്രി വീല് ടേൺ ആവും. റിവേഴ്സിബിലിറ്റി. എ സ്റ്റിയറിംഗ് ഗിയർ ഈസ് സെഡ് ടു ബി റിവേഴ്സിബിൾ ഇഫ് ഡിഫ്ലക്ഷൻ ഇൻ റോഡ് സർഫസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സ്റ്റിയറിംഗ് വീൽ. അപ്പോൾ റോഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിന് എൻകൗണ്ടർ ആവുന്ന വൈബ്രേഷൻസും ഷോക്സും ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിലോട്ട് എത്തുവാണെങ്കിൽ നമ്മൾ പറയും സ്റ്റിയറിംഗ് ഗിയർ റിവേഴ്സിബിൾ ആണ്, കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഇനി സെമി റിവേഴ്സിബിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ദേ ഹാവ് സം ഡിഗ്രി ഓഫ് റിവേഴ്സിബിലിറ്റി. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിയറിംഗ് വീലിലോട്ട് എത്തില്ല, ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ മാത്രം എത്തും. ഇറിവേഴ്സിബിൾ സ്റ്റിയറിംഗ് ഗിയർ. ദ സ്റ്റിയർഡ് വീല് ഡു നോട്ട് ട്രാൻസ്ഫർ എനി ഡിഫ്ലക്ഷൻ ടു ദി സ്റ്റിയറിംഗ് വീൽ. അതായത് ആ സ്റ്റിയറിംഗ് വീലിലേക്ക് യാതൊരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ റിവേഴ്സിബിലിറ്റി എന്താണെന്ന് ക്ലിയർ ആയില്ലേ? റോഡിൻ്റെ ഡിഫ്ലക്ഷൻസ് അതുപോലെ സ്റ്റിയറിംഗ് വീലിലോട്ട് ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ റിവേഴ്സിബിൾ. സെമി റിവേഴ്സിബിൾ ആണെങ്കിൽ സം ഡിഗ്രി ഓഫ് ഇറിവേഴ്സിബിലിറ്റി. ഇനി ഇറിവേഴ്സിബിൾ ആണെങ്കിലോ ഒരു ഡിഫ്ലക്ഷനും സ്റ്റിയറിംഗ് വീലിലേക്ക് എത്തുകയില്ല. സെമി റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ആണ് മോസ്റ്റ് ഓഫ് ദി പാസഞ്ചർ കാർസിലും യൂസ് ചെയ്യുന്നത്. വീൽ അലൈൻമെന്റ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പോവുകയാണ്. വീൽ അലൈൻമെന്റ്. ദ പൊസിഷനിങ് ഓഫ് ഫ്രണ്ട് വീൽസ് ആൻഡ് സ്റ്റിയറിംഗ് മെക്കാനിസം ദാറ്റ് ഗിവ് a vehicle directional stability, promote ease of steering and reduce tire wear to a minimal level. അതായത് വീൽ അലൈൻമെന്റ് എന്താന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഫ്രണ്ട് വീൽസും അതേപോലെ സ്റ്റിയറിംഗ് മെക്കാനിസവും പൊസിഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് വീൽ അലൈൻമെന്റ്.
ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെഹിക്കിളിന് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റിയും അതുപോലെ സ്റ്റിയറിംഗ് ഈസിനെസ് ആവുകയും നമ്മുടെ ടയറിൻ്റെ വിയർ അല്ലെങ്കിൽ തേയ്മാനം ഒരു പരിധി വരെ കുറയുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഫാക്ടേഴ്സ് ഈ ഒരു വീൽ അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ വരുന്നു നോക്കാം. ഫാക്ടേഴ്സ് ഇൻ വീൽ അലൈൻമെന്റ്. ഫസ്റ്റ് വൺ ക്യാമ്പർ, സെക്കൻഡ് വൺ കിങ് പിൻ ഇൻക്ലിനേഷൻ, തേർഡ് കാസ്റ്റർ, ഫോർത്ത് വൺ ടോ ഇൻ, ഫൈനൽ വൺ ടോ ഔട്ട്. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സും നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ക്യാമ്പർ, tilting in or out of front wheels from the vertical when viewed from the front of the vehicle. ഈ സ്ലൈഡ് കാണിച്ചേക്കുന്ന ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളൊരു ഫ്രണ്ട് വീൽ നോക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് വീലിന് 2 ആക്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ടയറിൻ്റെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ആക്സിസ്. രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് നോർമലായിട്ട് പ്ലെയിനിലോട്ട് നോർമലായിട്ട് വരുന്ന ആക്സിസ്. ആക്ച്വലി നമ്മുടെ ഈ വീല് ഒന്ന് ടിൽട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ 2 സെൻറ്റർ ലൈൻസ് തമ്മിലുള്ള ഒരു ആംഗിളാണ് ക്യാമ്പർ. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വീൽസിൻ്റെ സെൻറ്റർ ലൈനും അതുപോലെ നമ്മുടെ പ്ലെയിന് നോർമലായിട്ട് വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ക്യാമ്പർ ആംഗിൾ. ഇനി ക്യാമ്പർ ആംഗിൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ക്യാമ്പർ ആൻഡ് സെക്കൻഡ് ടൈപ്പ് നെഗറ്റീവ് ക്യാമ്പർ. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വീലിൻ്റെ ടോപ്പ് പുറത്തേക്കാണ് ടിൽട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ക്യാമ്പറാണ്. അതേസമയം വീലിൻ്റെ ടോപ്പ് അകത്തേക്കാണ് ടിൽട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ക്യാമ്പറാണ്. ഈ ഒരു ഫിഗർ കാണിച്ചേക്കുന്നത് ഒരു പോസിറ്റീവ് ക്യാമ്പർ ഉള്ള ഒരു വീലിൻ്റെ പിക്കാണ്. ഇനി ദ ക്യാമ്പർ ആംഗിൾ ഡു നോട്ട് എക്സീഡ് 2 ഡിഗ്രി. അപ്പോൾ ഈ ക്യാമ്പർ ആംഗിൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. വെർട്ടിക്കലും ടയറിൻ്റെ സെൻട്രൽ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ക്യാമ്പർ ആംഗിൾ. ഈ ക്യാമ്പർ ആംഗിളിൻ്റെ വാല്യൂ ഒരു കാരണവശാലും 2 ഡിഗ്രി കൂടുതൽ പോയില്ല. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ക്യാമ്പർ ഈസ് 2 ഡിഗ്രി. നമ്മൾ ജനറലി ഫ്രണ്ട് വീൽസിന് കൊടുക്കുന്നത് പോസിറ്റീവ് ക്യാമ്പറാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ അറിയേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫാക്ടർ കിങ് പിൻ ഇൻക്ലിനേഷൻ. ഈ ഒരു ഫിഗർ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ പഴയ പോലെ ഒരു വെർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരു വെർട്ടിക്കൽ ലൈൻ പ്ലെയിനിലേക്ക് വരുന്ന വെർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കിങ് പിന്ന് എന്ന് പറയുന്ന കമ്പോണൻറ്റ് സാധിക്കുന്നുണ്ട് കാണാൻ അല്ലേ? അപ്പോൾ ഈ കിങ് പിൻ മേക്ക് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ട് ഇവിടെ നമ്മുടെ വീലിലേക്ക്. അപ്പോൾ ആ ആക്സിസും അതുപോലെ വെർട്ടിക്കൽ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കിങ് പിൻ ഇൻക്ലിനേഷൻ. എന്തൊക്കെയാണ്? ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ കിങ് പിൻ സെൻട്രൽ ലൈൻ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. കിങ് പിൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് ഉണ്ടാക്കുന്ന സെൻട്രൽ ലൈനും അതേപോലെ തന്നെ വീലിന് ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കിങ് പിൻ ഇൻക്ലിനേഷൻ. ആൻഡ് ഈ കിങ് പിൻ ഇൻക്ലിനേഷൻ കൊണ്ടിട്ട് നമ്മുടെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസസ് വിയർ ഓൺ ടയർ. സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റിക്കും അതേപോലെ തന്നെ ടയർ വിയറും കുറയ്ക്കാനായിട്ട് ഈ കിങ് പിൻ ഇൻക്ലിനേഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഈ ഫിഗർ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ക്യാമ്പർ ആൻഡ് കിങ് പിൻ ഇൻക്ലിനേഷൻ. അപ്പോൾ കിങ് പിൻ ഇൻക്ലിനേഷൻ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ആ ഒരു കിങ് പിൻ ഇൻക്ലിനേഷനും ക്യാമ്പറും കൂടെ ചേർന്ന് വരുമ്പോഴാണ്, ടോട്ടലായിട്ട് എടുക്കുമ്പോഴാണ് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടുന്നത്. ഇതാണ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, അതെന്തിൻ്റെയൊക്കെ സമ്മാണ്? ക്യാമ്പർ ആംഗിളിൻ്റെയും അതേപോലെ കിങ് പിൻ ഇൻക്ലിനേഷൻ്റെയും കൂടെ ആ സം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ആംഗിൾ ഓഫ് camber and kiങ് പിൻ inclination. And this included angle determines whether wheel well tends to toe in or toe out. Toe in ആണോ toe out ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. എന്താണ് toe in എന്നും toe out എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? കാസ്റ്റർ ആംഗിൾ, the angle between the kingpin center line and the vertical in the plane of wheel. ഇവിടെ
കാസ്റ്റർ ആംഗിൾ ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ അല്ല ഇപ്പോൾ ഉള്ള വ്യൂ. അതായത് നേരത്തെ നമ്മൾ ക്യാമ്പർ ഡിഫൈൻ ചെയ്തപ്പോഴത്തേക്ക് ആ വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നോക്കിയത്. വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വീലിലോട്ട് നോക്കി. ഇതേ സമയം നമ്മളിപ്പം ചെയ്യുന്നത് ആ വെഹിക്കിളിൻ്റെ സൈഡിൽ നിന്ന് വ്യൂ നോക്കുവാണ്. അതായത് ഇപ്പം നമുക്ക് ഈ രീതിയിലാണ് വീല് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിങ് പിൻ സെൻട്രൽ ലൈൻ, കിങ് പിൻ ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന കിങ് പിൻ്റെ ആ ഒരു സെൻട്രൽ ലൈനും അതുപോലെ തന്നെ നമ്മുടെ വീലിലോട്ട് വരുന്ന ഒരു വെർട്ടിക്കലും ഉണ്ടല്ലോ, അപ്പോൾ അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കാസ്റ്റർ ആംഗിൾ. ക്യാമ്പറും കാസ്റ്ററും തിരിഞ്ഞു പോരുത്. ക്യാമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീലിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് വെർട്ടിക്കലും അതുപോലെ തന്നെ ടയറിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ആംഗിളാണ്. അതേസമയം കാസ്റ്റർ ആണെങ്കിൽ ഇവിടെ വീലിൻ്റെ പ്ലെയിനിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വെഹിക്കിളിൻ്റെ സൈഡിൽ വന്നിട്ട് വീലിൻ്റെ പ്ലെയിൻ വഴി നോക്കുമ്പോഴത്തേക്ക് കിങ് പിൻ സെൻട്രൽ ലൈനും അതുപോലെ തന്നെ വെർട്ടിക്കലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കാസ്റ്റർ ആംഗിൾ. ദെൻ ദ കിങ് പിൻ സെൻട്രൽ ലൈൻ മീൻസ് ദ ഗ്രൗണ്ട് എഹെഡ് ഓഫ് വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ. ഇറ്റ് മേക്സ് പോസിറ്റീവ് കാസ്റ്റർ ആംഗിൾ. അതായത് നമ്മൾ പറഞ്ഞല്ലോ അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ആരൊക്കെ തമ്മിലാണ്? കിങ് പിൻ സെൻട്രൽ ലൈനും അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ലൈനും. ഇതേസമയം ഈ വെർട്ടിക്കൽ സെൻട്രൽ ലൈന് എഹെഡായിട്ടാണ് ഈ നമ്മുടെ കിങ് പിൻ സെൻട്രൽ ലൈൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ക്യാമറ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഫിഗറിൽ ഒരു പോസിറ്റീവ് ക്യാമറ കാണിച്ചേക്കുന്നത്. കാരണം ഈ കിങ് പിൻ്റെ സെൻട്രൽ ലൈൻ വെർട്ടിക്കൽ സെൻട്രൽ ലൈന് എഹെഡായിട്ട് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് ഒരു പോസിറ്റീവ് കാസ്റ്റർ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് സ്റ്റിയറിംഗ് എഫോർട്ട്. വൈൽ kingpin center line meets the ground behind vertical line. വെർട്ടിക്കൽ ലൈന് പിറകിലാണ് ഈ ഒരു കിങ് പിൻ സെൻട്രൽ ലൈൻ ഗ്രൗണ്ടിനെ മീറ്റ് ചെയ്യുന്നെങ്കിൽ, തിരിച്ചിട്ടായിരുന്നെങ്കിൽ അതെന്ത് പറഞ്ഞാനെ നെഗറ്റീവ് കാസ്റ്റർ ആംഗിൾ എന്ന് പറഞ്ഞാനെ. ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദ സ്റ്റിയറിംഗ് എഫോർട്ട്. ദ കാസ്റ്റർ ഓഫ് 3 degrees ഗീവ് ഗുഡ് റിസൾട്ട്. കാസ്റ്ററിന്റെ റേഞ്ചാണ് പറഞ്ഞേക്കുന്നത് 3 degrees. ക്യാമ്പറിന്റെ ആണെങ്കിലോ മാക്സിമം 2 degrees. Toe in. The distance at the front end between the front wheels is less than the distance between rear. അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടോ ഇന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആ ഫ്രണ്ട് വീലിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഫ്രണ്ട് വീലിൽ ആ ഫ്രണ്ട് എൻഡിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലുള്ള ഡിസ്റ്റൻസിനെക്കാട്ടിയും കുറവായിരിക്കും. ഫ്രണ്ടിലുള്ള എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ലെസർ ദാൻ ദാറ്റ് ഓഫ് റിയർ എൻഡ്. അപ്പോൾ ഈ ഒരു പൊസിഷനിങ് ആണ് ടോ ഇൻ എന്ന് പറയുക. ഡിസ്റ്റൻസ് അറ്റ് ദി ഫ്രണ്ട് എൻഡ് ബിറ്റ്വീൻ ദി ഫ്രണ്ട് വീൽസ് ഈസ് ലെസർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിയർ. ആൻഡ് ഇതിൻ്റെ യൂസ് ഇതാണ്. ഇറ്റ് എൻഷ്യൂർസ് പാരലൽ റണ്ണിങ് ഓഫ് ഫ്രണ്ട് വീൽസ്. ഓൾസോ ഇറ്റ് സ്റ്റെബിലൈസസ് സ്റ്റിയറിംഗ് കുറച്ച് സ്റ്റെബിലിറ്റിയും കൂടെ കൊടുക്കുന്നത് ഈ ഒരു ടോയിൻ അറേഞ്ച്മെന്റാണ്. വൈൽ ഇറ്റ് ഈസ് ചെക്ക്ഡ് യൂസിങ് ഒപ്റ്റിക്കൽ ഗേജ് ആൻഡ് ടെലസ്കോപ്പിക് ഗേജ്. ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ടോയിനെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫ്രണ്ട് വീൽസിനകത്തുള്ള ഈ ഫ്രണ്ട് എൻഡ് അകത്തേക്ക് കുറച്ച് ടിൽറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് കുറച്ച് ലെസറായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ടോയിന്. അതേസമയം ഇതിൻ്റെ ബാക്ക് എൻഡ് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡറായിട്ട് ഇരിക്കുകയും ചെയ്യും. ടോ ഇന്ന് മനസ്സിലായെങ്കിൽ ടോ ഔട്ട് മനസ്സിലാക്കാൻ യാതൊരുവിധ പ്രയാസവും ഇല്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഫ്രണ്ട് വീൽസ് ഈസ് ലാർജർ ദാൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിയർ. ഈ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഫ്രണ്ട് എൻഡിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി റിയർ എൻഡിനെക്കാട്ടിയും ലാർജറാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിനെയാണ് ടോ ഔട്ട് എന്ന് പറയുക. ഫ്രണ്ട് എൻഡ് കുറച്ച് ലാർജ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് കുറച്ച് ലാർജർ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് ടോ ഔട്ട് എന്ന് പറയുക. ആൻഡ് ഇറ്റ് പ്രിവെൻസ് എക്സസീവ് ടയർ വിയർ. ഇതാണ് ടോ ഔട്ടിൻ്റെ ഒരു യൂസ്. നെക്സ്റ്റ് വൺ ഈസ് ടേണിംഗ് റേഡിയസ്. ഇപ്പോൾ ടേണിംഗ് റേഡിയസ് ഡെഫിനേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല. എന്താണ്? എത്ര ലീസ്റ്റ് സ്പേസിൽ ഒരു വെഹിക്കിളിന് ടേൺ എടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു യു ടേൺ എടുക്കാൻ കഴിയും എന്ന് പറയുന്ന ടേമാണ് ടേണിംഗ് റേഡിയസ്. ഈ ഒരു വെഹിക്കിള് ഒരു ടേൺ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇന്നർ വീൽസിൻ്റെ ആംഗിൾ ഓഫ് ടിൽറ്റും അതേപോലെ തന്നെ ഔട്ടർ വീൽസിൻ്റെ ആംഗിൾ ഓഫ് ടിൽറ്റുമാണ്. അപ്പോൾ ഇന്നർ വീൽസ് ഇപ്പോൾ 23 ഡിഗ്രിയാണ് ഒരു ടേൺ എടുക്കുമ്പോഴത്തേക്ക് തിരിയുക. അതേസമയം ഔട്ടർ വീൽസ് 20 ഡിഗ്രി മാത്രമേ തിരിയുള്ളൂ. വെഹിക്കിളിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് ടേണിംഗ് റേഡിയസും കൂടി വരും. നാനോ എന്ന് പറയുന്ന കാറിൻ്റെ ടേണിംഗ് റേഡിയസ് ഇറ്റ്സ് അബൌട്ട് 4 meters. ഓക്കെ, നമുക്ക് കുറച്ച് MCQs കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റിയറിംഗ് റേഷ്യോ ഫോർ മാനുവൽ സ്റ്റിയറിംഗ് ഓഫ് കാർസ് ഈസ് അപ്രോക്സിമേറ്റ്ലി. മാനുവൽ സ്റ്റിയറിംഗ് അല്ല, കാറിൻ്റെ സ്റ്റിയറിംഗ് റേഷ്യോ ആണ് ചോദ്യം. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 100. ആ റേഷ്യോ ഓർക്കുമല്ലോ, 15:1, 50:1, 15:1, 100:1 ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് വെഹിക്കിൾസിന് എത്ര ആയിരിക്കും, പിന്നെ ഹെവി വെഹിക്കിൾസിന് എത്ര ആയിരിക്കും. ഒരു റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഇറ്റ് വിൽ ബി 15:1, അല്ലെങ്കിൽ ഓപ്ഷൻ സി 15 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബിറ്റ്വീൻ കിങ് പിൻ സെൻട്രൽ ലൈൻ ആൻഡ് ദി വെർട്ടിക്കൽ ഇൻ ദി പ്ലെയിൻ ഓഫ് വീൽ ഈസ് കോൾഡ്. അപ്പോൾ കിങ് പിൻ്റെ സെൻട്രൽ ലൈനും അതുപോലെ തന്നെ വെർട്ടിക്കലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻ ദ പ്ലെയിൻ ഓഫ് വീൽ, ഇതാണ് ചോദ്യം. വീലിൻ്റെ പ്ലെയിനിൽ വെർട്ടിക്കലും അതേപോലെ കിങ് പിൻ സെൻട്രൽ ലൈനും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണത്? അത് കാസ്റ്റർ ആംഗിൾ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി ലോക്ക് ടു ലോക്ക് സ്റ്റിയറിംഗ് വീൽ റൊട്ടേഷൻ ഈസ് 4 turns ആൻഡ് ദി ഫ്രണ്ട് വീൽ മൂവ്മെൻറ്റ് ഈസ് 60 degree, വാട്ട് ഈസ് സ്റ്റിയറിംഗ് റേഷ്യോ? ഇവിടെ സ്റ്റിയറിംഗ് റേഷ്യോ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, ദ ലോക്ക് ടു ലോക്ക് സ്റ്റിയറിംഗ് വീൽ റൊട്ടേഷൻ ഈസ് 4 times. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഫുള്ള് ഓടിക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റിയറിംഗ് വീല് ഒരു 4 കംപ്ലീറ്റ് ടേൺസ് എടുക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ 60 ഡിഗ്രിയാണ് ഫ്രണ്ട് വീല് മൂവ് ചെയ്യുക, ഇതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റിയറിംഗ് റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം സ്റ്റിയറിംഗ് റേഷ്യോ എന്താണ്. ഒരു ഡിഗ്രി വീല് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിഗ്രി നമ്മുടെ സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യണം, ആ റേഷ്യോ ആണ് സ്റ്റിയറിംഗ് റേഷ്യോ. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലോക്ക് ടു ലോക്ക് സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 4 ടേൺസ് എടുക്കും. അതായത് ഒരു ടേൺ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 360 ഡിഗ്രിയാണ് അവിടെ എന്ത് ചെയ്യുക, കറങ്ങി വരിക അല്ലെ. ഒരു ടേൺ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ആയിരിക്കും സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ടേൺസ് ആകുമ്പോഴത്തേക്ക് അത് 4 × 360 ആവും. അപ്പോൾ ഈ ഒരു 4 × 360 എന്ന് പറയുന്ന ഈ ടേൺ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീല് എത്ര റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് വീലിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈസ് 60. ടേംസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 × 6 which is equal to 24. 24:1. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. 24:1 ആണ് ഇവിടുത്തെ സ്റ്റിയറിംഗ് റേഷ്യോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ്.